ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വർഷത്തിന്റെ അവസാന മാസമായ ഡിസംബറിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു. വിശ്വസിക്കുക, ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രത്യാശയുടെയും പൂർത്തീകരണത്തിന്റെയും പുതിയ വാതിൽ കർത്താവ് തുറക്കുകയാണ്. ഈ വർഷം മുഴുവൻ വിശ്വസ്തയോടെ നാം പ്രാർത്ഥിച്ചതും കർത്താവിൽ നിന്ന് കേട്ടതുമായ എന്നാൽ ഇതുവരെ പൂർണ്ണമാകാത്ത എല്ലാ വാഗ്ദത്തങ്ങൾക്കും വേണ്ടിയാണ് നാം ഇപ്പോൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഈ ദൈവശബ്ദത്തെ നമ്മളെ കേൾപ്പിക്കുന്നത്. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു: ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ക്രിസ്തുവിൽ ഉവ് എന്നാകുന്നു. ആകയാൽ നമ്മുടെ മഹത്വത്തിനായി അവൻ മുഖാന്തരം ആമേൻ എന്നും പറയുന്നു. ഈ ഡിസംബർ മാസം നമുക്ക് വെറുമൊരു അവസാന മാസമല്ല, മറിച്ച് പൂർണ്ണതയുടെ ആരംഭമാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുവാൻ പോകുകയാണെന്ന് ഉറപ്പു നൽകുന്ന ദൈവത്തിന്റെ കരം നമ്മുടെ വിഷയങ്ങളുടെ മേൽ, വാഗ്ദത്തങ്ങളുടെ മേൽ ചലിക്കുന്ന ഒരു മാസമാണ് ഈ ഡിസംബർ മാസം. ഞാൻ ദൈവാത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ഈ ഡിസംബർ മാസം നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ആമേൻ ആയിരിക്കും. നമ്മുടെ രോഗസൗഖ്യം, കുടുംബത്തിന്റെ സമാധാനം, സാമ്പത്തിക വർധനവ്, വ്യക്തിപരമായ വളർച്ച, ഇവയെക്കുറിച്ചുള്ള ദൈവഹിതം അതെന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കുക. അത് വെളിപ്പെടുത്തുന്ന മാസമാക്കി ദൈവം ഇതിനെ മാറ്റുന്നതിനായി സ്തോത്രം ചെയ്യാം. കർത്താവ് തന്റെ വാക്ക് നിവർത്തിക്കുമെന്നുള്ള ഉറപ്പാണ് ആമേൻ എന്ന് പറയുന്നത്. കർത്താവ് വാക്ക് മാറ്റുന്ന ദൈവമല്ല. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന്റെ വിശ്വസ്തത ഈ വർഷത്തിന്റെ അവസാനത്തേക്ക് ശക്തമായി ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെ മേൽ വെളിപ്പെടുവാൻ പോവുകയാണ്. ഇനി ഒരു കാലതാമസമില്ല. നാം കാത്തിരുന്ന അത്ഭുതം സംഭവിക്കുവാനുള്ള സമയം ഇതാണ്. ഈ പ്രത്യാശ ഹൃദയത്തിൽ സൂക്ഷിച്ച് നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഡിസംബർ മാസത്തിൽ ഞങ്ങൾക്കൊരു പുതിയ പ്രഭാതം നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വർഷം മുഴുവൻ ഞങ്ങൾ കാത്തിരുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് ഇപ്പോൾ നൽകുന്ന മറുപടിയാണ് ഈ മാസമെന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടുന്ന ആമേനാണ് ഈ മാസമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ അത്ഭുതം പൂർത്തീകരിക്കുകയും ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവശബ്ദം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.